വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വിവാദ തീരുമാനത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. ഫയലുകൾ അതിവേഗം നീങ്ങിയത് LDF സർക്കാരിന്റെ കാലത്തെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കുകയാണ് UDF. മദ്യത്തിന് നികുതി കുറച്ച് ഖജനാവിന് നഷ്ടം വരുത്തിയിട്ടില്ലെന്നും കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്നും CPIM നേതാക്കൾ തിരിച്ചടിച്ചു. ഇതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിനായി പിണറായി സർക്കാർ നിലപാടെടുത്തതിന് തെളിവായി രേഖകളും പുറത്തുവന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ മുന്നണിക്കുള്ളിലും പുറത്തും സർക്കാർ വിമർശനം ശക്തമായി. ധനബിൽ മാറ്റം കൂടാതെ പാസാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിന് നീക്കം നടത്തുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനിടെയാണ് മുൻ LDF സർക്കാരിന്റെ കാലത്തെ നടപടികൾ ചൂണ്ടിക്കാട്ടി നേതാക്കളുടെ പ്രതിരോധം. കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ ടാക്സിന്റെ ഫയൽ അതിവേഗം സഞ്ചരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ബഹുദൂരം മാസങ്ങളോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും. മദ്യത്തിന്റെ നികുതി കുറച്ച് ഖജനാവിന് നഷ്ടം വരുത്തിയിട്ടില്ലെന്നും കർഷകരുടെ ആവശ്യം പരിഗണിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഹോട്ടി വൈനിനും ഹോട്ടി ലിക്കറിനും അനുമതി നൽകുകയാണ് ചെയ്തതെന്നുമാണ് CPIM വാദം. ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തിരുന്നു. ഇതിനിടെ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കായുള്ള ചട്ടഭേദഗതിക്ക് LDF സർക്കാരിന്റെ കാലത്തെ ഫയൽ നീക്കങ്ങളുടെ കൂടുതൽ രേഖകൾ പുറത്തുവന്നു. എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ MV ഗോവിന്ദൻ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പിൽ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്നത് വഴി വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയുമെന്ന് പറയുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.